ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് നരിക്കിനിയുള്ള കുറ്റിക്കാട്ടിൽ ഫർണിച്ചേഴ്സിലാണ്. ഇവിടുന്ന് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് വീഡിയോ ആണ്, പാർട്ട് 2 ആണ് ഈ വീഡിയോന്റെ. ഇന്ന് നമ്മൾ എന്താ കവർ ചെയ്യുന്നത്? സോഫാസ് കവർ ചെയ്യുന്നത്. സോഫ സെക്ഷൻ നോക്കാം. ഓക്കെ, കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബെഡ്റൂം സെറ്റ്, ടേബിള് കവർ ചെയ്തിട്ടില്ല. ബെഡ്റൂം സെറ്റ്, കട്ടില്, വാർഡ്രോബ് കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ട്, അതൊന്ന് കാണാം. അപ്പൊ വീഡിയോയുടെ ലെങ്ത് കൂടിയ കൊണ്ട് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോഫാസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ബഡ്ജറ്റ് ലെവൽ മുതൽ എക്സ്ക്ലൂസീവ് പ്രീമിയം ലെവലിലുള്ള സോഫാസ് വരെ ഇവിടെ ഉണ്ട്. നിങ്ങളെ ബഡ്ജറ്റ് ഏതാണോ ആ റേഞ്ചിലുള്ള സാധനം ഒന്ന് ചൂസ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം എങ്ങനെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ടേബിൾസും കൂടി, ഡൈനിങ് ടേബിൾസും കൂടി പുതിയ പുതിയ ഡിസൈൻസിലുള്ള ടേബിൾസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ നേരെ വീഡിയോ എടുക്കും. ഇതല്ല നമുക്ക് സോഫയില് സ്റ്റാർട്ടിംഗ് വരുന്നത്. ഓക്കെ, ഇതിപ്പം 5 സീറ്റ് അല്ലേ? 5 സീറ്റില് ഒരു കോർണറും വരും. പിന്നെ ജൂട്ട് ക്ലോത്തില് HR ക്ലോത്തും കൂടി മിക്സ് ആയിട്ട് വരുന്ന സംഭവം. ഓക്കെ, ഇതിനൊക്കെ വാറന്റി കൊടുക്കുന്നുണ്ടോ? നമ്മളെ ഉള്ളിലത്തെ ഫ്രെയിമിന് 5 ഇയർ വാറന്റി. അത് അക്കേഷ്യ കൊടുക്കാം. എല്ലാത്തിലും അക്കേഷ്യ? എല്ലാത്തിലും അക്കേഷ്യ. കുഷ്യന് പിന്നെ 1 ഇയർ വാറന്റി ഒക്കെ. ഇതിപ്പോ സ്പ്രിംഗ് ഇല്ലാത്ത ടൈപ്പ് അല്ല? സ്പ്രിംഗ് ഇല്ലാത്ത. ഇതിന്റെ ബഡ്ജറ്റ് എങ്ങനെ? ഇത് 16,000 രൂപ വരും. 16,000 രൂപ. ഓക്കെ, അടുത്തത് ഇത് നോക്കാം നമുക്ക്. ഇതൊരു വൈറ്റ് കളർ, ഇതും കുഷനിങ് അത്യാവശ്യം കംഫർട്ടുള്ള ഒരു മോഡൽ തന്നെ. അതെ അതെ. എങ്ങനെ റേറ്റ് കാര്യങ്ങളൊക്കെ? ഇത് 18,000. കുറച്ച് ലൈറ്റ് കളേഴ്സ് ഒക്കെ വേണ്ടി ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രെയിമിന് വാറന്റി ഉണ്ടാവും, 5 ഇയർ വാറന്റി ഉണ്ടാവും. കുഷ്യന് 1 ഇയർ ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇത് കുറച്ച് പ്രീമിയം മോഡലാന്ന് തോന്നുന്നുണ്ടല്ലോ. അത് ഒരു അത് സ്പ്രിംഗ് ആക്ഷൻ വരുന്ന ടൈപ്പ്, ഒരു സർക്കിൾ ടൈപ്പ് മോഡലാണ്. അതെ, ഇപ്പോഴത്തെ ടൈപ്പ്. ഇതൊക്കെ ഇപ്പം കസ്റ്റമറിന് ഇപ്പം 3 സീറ്റ് മാത്രം മതി അല്ലെങ്കിൽ 2 സീറ്റ് മാത്രം മതി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് അവരുടെ ചെയ്യാൻ പറ്റില്ല. അളവ്, പിന്നെ കളറ്, എന്തെങ്കിലും ഡിസൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഒക്കെ അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ക്ലോത്തും കാര്യങ്ങളും എല്ലാം ഒക്കെ വ്യത്യാസം. ഇനിയിപ്പം കൂടിയ ടൈപ്പ് ഇതിന്റെ റേറ്റ് നമുക്ക് അങ്ങനെ പറയാനാവില്ല. ഇപ്പൊ ചിലർക്ക് ഒരു ചെറിയൊരു ബഡ്ജറ്റിലുള്ള ക്ലോത്ത് എടുത്തിട്ടുള്ള റേറ്റ് മതിയാവും, ചിലർക്ക് നല്ല പ്രീമിയം ക്ലോത്ത് എടുത്ത് ചെയ്യേണ്ടി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രൈസിൽ വ്യത്യാസം വരും. ഇപ്പം ഇതും 5 സീറ്റിൽ വരുന്നല്ലേ? അതെ, റെക്സിൻ ടച്ച് വരുന്ന. വെള്ളവും കാര്യങ്ങളൊക്കെ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, തുടച്ചെടുക്കാൻ പറ്റും. അങ്ങനത്തെ പേടി മക്കളൊക്കെ ഉണ്ടാവല്ലോ, കുട്ടികളൊക്കെ തോന്നുന്നുള്ള വീട്ടിലേക്ക് അവിടേക്ക് പറ്റിയ ടൈപ്പാ. അങ്ങനെ ഇതൊക്കെ ഇപ്പൊ ഒരു വേറെ മോഡൽ വരുന്ന. ഇതും നമ്മളെ റെക്സിനിൽ വരുന്ന. അപ്പൊ വിഷയം വരൂല. ഇത് 22,000 വരും. 22,000. അതിന് വുഡൻ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണെങ്കിലോ? ഇത് 25,000. സ്പ്രിംഗ് 25,000 സ്പ്രിംഗ് ആണല്ലേ? ഇത് നോക്കട്ടെ. പോക്കറ്റ് സ്പ്രിംഗ് കൊടുത്തിട്ട് അത്യാവശ്യം കുഷനിങ് കാര്യങ്ങളൊക്കെ HR ക്ലോത്തിലായിട്ട് വരുന്നതാ. പിന്നെ ലെഗ് ഒക്കെ മെറ്റലിന്റെ ലെഗ് കൊടുത്തിട്ട് വരുന്നതാ. അതിന്റെ ലെഗ് മെറ്റൽ ലെഗ് വരുന്നത്. ഓക്കെ, ഒന്ന് ക്യാമറയിൽ ഒന്ന് കാണിക്കും. മറ്റേതൊക്കെ നമുക്ക് ഇതിന്റെ ഫ്രെയിം വുഡിലാണ് വരിക? വുഡിലാ വരിക. ലെഗ് മാത്രം മെറ്റലിൽ വരും, ഈ ഒരു ഗോൾഡൻ കളറിലുള്ള. ഇനി നമുക്ക് കുറച്ചുകൂടി പ്രീമിയം സെഗ്മെന്റ് കാണിക്കാം. അങ്ങനെ ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രീമിയത്തിൽ നമുക്കൊരു 25 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രീമിയം സെക്ഷൻ. ഓരോരുത്തരനുസരിച്ച് റേറ്റിൽ വ്യത്യാസം. കുറച്ച് ഐറ്റംസ് ഏതായാലും മോഡൽസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതിപ്പോ 5 സീറ്റാ അല്ലെങ്കിൽ 5 സീറ്റ് തന്നെ വരിക. പക്ഷെ കുറച്ചുകൂടി ഒരു ഏരിയ ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. അത്യാവശ്യം ഒരു വൈഡ് ആയിട്ട് നമുക്ക് ചാരി ഇരിക്കാം. പിന്നെ സൈഡിൽ കൂടിയൊക്കെ വുഡിന്റെ പോർഷൻ, പിന്നെ അടിയിൽ ഒരു വുഡിന്റെ ഫ്രെയിമാ കൊടുക്കുന്നത്. സാധാരണ എല്ലാത്തിനും മറ്റുള്ള ഒരു ലെഗോ അല്ലെങ്കിൽ പിന്നെ ഒരു ഫൈബർ പുഷോ ഒക്കെ കൊടുക്കുക. ഇത് അടിക്കൂടി മൊത്തത്തിലൊരു സോഫന്റെ ഫ്രെയിം പോകുന്നുണ്ട്. അക്കേഷ്യ ട്രീറ്റഡ് വുഡും കൂടി വെച്ച് ചെയ്യുന്നത്. ഇത് നോക്കി നോക്കുന്നത് അത്യാവശ്യം നല്ല കംഫർട്ട് ആയിരിക്കും. ഇത് സ്പ്രിംഗ് വരുന്ന പോക്കറ്റ് സ്പ്രിംഗ്. ഡിഫറൻസ് എന്താ? പോക്കറ്റ് സ്പ്രിംഗ് കൊണ്ട് 6 ആക്ക് നമുക്ക് വില കുറച്ച് ചെയ്യുന്ന പോലൊക്കെ 6 ആക്ക് സ്പ്രിംഗ് ആ കൊടുക്കുക. അപ്പൊന്ന് വെച്ചാല് കുഷൻ എഫക്ട് കുറയും, പിന്നെ അത്ര പ്രൈസ് ഉണ്ടാവില്ല. ഇതിന്റെ ആ ഒരു കംഫർട്ട് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ വേറെ ഷോപ്പില് ഇതേ സെയിം ഷോപ്പ് ചിലപ്പോൾ റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ യൂസ് ചെയ്ത സാധനങ്ങളിൽ ഡിഫറൻസ് ഉണ്ടാവും. ക്ലോത്തിൽ മാറ്റം, ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമുക്കിപ്പോ ഒരു ക്ലോത്ത് 200 മുതൽ 1 മീറ്ററിന് 1000 വരെയുള്ള ക്ലോത്തുകളുണ്ട്. അപ്പൊ ഒരു സോഫക്ക് ഇപ്പൊ ഒരു 400 രൂപന്റെ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ ഒരു 20-25 മീറ്റർ വേണ്ടി വരും ഒരു സോഫക്ക്. അപ്പൊ ഒരു 10,000 രൂപ ക്ലോത്തിന് വേണ്ടി വരും. അതിപ്പോ 200 രൂപന്റെ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ 5,000 രൂപ മതി. അപ്പൊ ആ 5,000 നമുക്ക് അതിൽ ലാഭിക്കാൻ പറ്റും. പക്ഷെ 1 വർഷം കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോ പിന്നെ വാങ്ങേണ്ട അവസ്ഥ വരും. പിന്നെ ക്ലോത്ത് നാശാവും, വേറെ സോഫ വാങ്ങേണ്ട അവസ്ഥ വരും. ഇവിടെ ലാഭിച്ച അവിടെ നഷ്ടമായി. അതെ. ഇതൊക്കെ എങ്ങനെ
റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഈ ഒരു ഐറ്റംസ് ഇത് ഒക്കെ? 43 റേഞ്ചിൽ വരും. 43. ഇത് ഫൈനൽ റേറ്റ് ആണോ? നമുക്ക് ചെറിയ അളവിനനുസരിച്ചിട്ട് ഉള്ളവര് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും. നമ്മളെ വീഡിയോ കണ്ടിട്ട് വരിക നിങ്ങൾ പറയാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കൂടെ ചെയ്ത് കൊടുക്കാം. മോഡൽ അല്ലേ? അതൊന്ന് ഇരുന്ന് നോക്കിയൊക്കെ. ഇവിടെ റെക്രോം ഫില്ല് ചെയ്യുന്നുണ്ട്, ഉള്ളിൽ പോക്കറ്റ് സ്പ്രിങ്ങും. ഇതിപ്പോ നല്ല കംഫർട്ട് ഉണ്ടാവും. 2 സീറ്റ് പിന്നെ സെപ്പറേറ്റ് സിംഗിൾ വരുന്ന അങ്ങനെ വരുന്നാൽ അത് അങ്ങോട്ടും കൊണ്ടുള്ള അവർ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. അല്ല, അപ്പൊ ചില വീട്ടില് ഒരു സൈഡ് 2 സീറ്റ് വേണ്ടി, ഒരു സൈഡ് 3 സീറ്റ് വേണ്ടി വരും. അപ്പൊ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കോർണർ വരും, കോർണർ വരും. പിന്നെ ഇവിടെ ഒരു വുഡൻ ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ ഹാൻഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് വരുന്നുണ്ട്. ഇതൊക്കെ അക്കേഷ്യൻ തന്നെ. ഇതെങ്ങനെ ബഡ്ജറ്റ്? ഇത് നമുക്കൊരു 38 ആ റേഞ്ചിൽ വരും. ലാസ്റ്റ് പ്രൈസ് 38. നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇതൊരു പ്രീമിയം മോഡൽ അല്ലേ? അത്യാവശ്യം കാണാൻ തന്നെ ഒരു എടുപ്പുണ്ട്. അതെ, കളറും ഉണ്ട്. വുഡൻ ടച്ചും പിന്നെ ഒരു വൈറ്റ് കളർ എല്ലാം. പിന്നെ അതിന്റെ അടിഭാഗം കണ്ടില്ലേ, ആ വുഡന്റെ ഫ്രെയിം കൂടിയാ, ബുഷ് അല്ല അടിയില് ഫ്രെയിം ഒരു ഫ്രെയിം മറ്റേ സോഫയിൽ കണ്ടാതെ ഹാൻഡിലൊക്കെ അത്യാവശ്യം ഒരു വലിയ ബൾക്കായിട്ട് റോയൽ ലുക്ക് കിട്ടും. പിന്നെ ഇവിടെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതെ, പിന്നെ കളറ് കാര്യങ്ങളൊക്കെ ഇതിപ്പോ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനല്ലേ? ചേഞ്ച് ചെയ്യാം. ഓരോ ഡിസൈനിനനുസരിച്ചൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ലൈറ്റ് കളേഴ്സ് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഭംഗി കൂടും, ഡാർക്ക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഡ്യൂറബിൾ ആണ്. ഇതിപ്പോ 5 സീറ്റ് തന്നെ. 5 സീറ്റ്. ഓക്കെ. ഇതൊക്കെ EMI ക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 5000 ആ റേഞ്ചിലൊക്കെ EMI ക്ക് കൊണ്ടുപോയി 5000 6000 ഇടയിലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇടയിലായിട്ട് EMI യിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലാണ് EMI പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടി പറയാണ്, നമുക്ക് ബജാജ് EMI അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പം ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു വീട്ടിലേക്കുള്ള ഫുള്ള് ഫർണിച്ചർ എടുക്കാന്നുള്ള ഒരു തലവേദനയുള്ള കേസ് തന്നെയാണ്. അത്യാവശ്യം ബഡ്ജറ്റ് പൊട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പൊ നിങ്ങൾ കയ്യിൽ ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ EMI ചെയ്യാൻ പറ്റും. ചെറിയ മാസത്തവണകളായിട്ട് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഫർണിച്ചറും ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഓൾറെഡി കാർഡിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ എടുക്കാം. കുറച്ച് ഡൗൺ പേയ്മെന്റ് വരുന്നത്, പുതിയ കാർഡും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് വിളിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ എലിജിബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചാൽ പറഞ്ഞു ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ. ഇതിപ്പോ 2 സീറ്റ് മാത്രമല്ല, കാരണം ചില കസ്റ്റമേഴ്സിന് ഇപ്പൊ റൂമിലേക്ക് മാത്രമൊക്കെ ഇങ്ങനത്തെ പ്രീമിയം വേണ്ടി വരും. അപ്പൊ ചെറിയ സ്പേസിലേക്ക്. അപ്പൊ കോർണറിൽ ഇപ്പൊ ചിലർക്ക് താല്പര്യം, ചിലർക്ക് 2 സീറ്റ് 3 സീറ്റ് അങ്ങനെയൊക്കെ താല്പര്യം. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന്റെ ഒരു 2 സീറ്റിൽ വരുന്നല്ലേ? 2 സീറ്റ്. ഓക്കെ. ഇപ്പൊ ഫർണിച്ചർ കാണിച്ചു. ഫർണിച്ചറിന് ആപ്റ്റ് ആയിട്ടുള്ള, അതിന് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ടീപോയ്സും കൂടി ആൾക്കാർ നോക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ കുറച്ച് കളക്ഷൻസ് നോക്കാൻ കഴിഞ്ഞു. മെയിൻ ആയിട്ട് വരുന്നത് മാർബിൾ ടോപ്പിൽ നമുക്ക് സോഫന്റെ കളേഴ്സിന് അല്ലെ ടൈലിന്റെ കളേഴ്സിന് അതിനനുസരിച്ച് ഈ ടോപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാം. സാധാ യൂഷ്വലി കണ്ടുവരുന്ന ഗ്ലാസ് ടോപ്പില് ബ്ലാക്ക് വൈറ്റ് അതൊക്കെ ആൾക്കാർ കണ്ടു മടുത്ത്. അപ്പൊ അതിലേക്ക് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന നമ്മളെ തീമിനനുസരിച്ചിട്ട് വീടിനുള്ളിലത്തെ ലുക്ക് തന്നെ മാറും ടോട്ടലിയുള്ള. പിന്നെ വരുന്നത് ഇന്തോനേഷ്യൻ തേക്കിലൊക്കെ വരുന്ന ഫോൾഡബിൾ ടീപ്പോയി. ഇമ്പോർട്ടഡ് ഐറ്റംസ് അല്ല? ഇമ്പോർട്ടഡ്. നമുക്ക് ചെറിയ വെയിറ്റും ഉണ്ടാവുള്ളൂ. പിന്നെ ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ കാറിലൊക്കെ വെച്ചിട്ട് മൾട്ടി പർപ്പസ് ആണ്, നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ആണ്. പിന്നെ അത് വലിയ പ്രൈസും വരുന്നില്ല, 2800 രൂപ വരുന്നുള്ളൂ. അത്ര വരുന്നുള്ളൂ. തേക്കാണ്, ഇന്തോനേഷ്യൻ തേക്കാണ്. പിന്നെ മൾട്ടി പർപ്പസ് ആണ്. ഇത് മാത്രമല്ലല്ലോ, ഇനി ഒരുപാട് കളക്ഷൻസ് ഇല്ലേ? ടീപ്പോയിൽ ഒരുപാട് കളക്ഷൻസ്. നിങ്ങൾ വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളെ പ്രിഫറൻസിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് പറഞ്ഞത് ഇതിന്റെ ഒക്കെ കളേഴ്സ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. കളേഴ്സ് മാറ്റാം, ഡിസൈൻ കളറൊക്കെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നമുക്ക്. ഇതിപ്പോ വുഡൻ സോഫയിൽ വരുന്നത്, വുഡൻ സോഫ. കാരണം അധികം ആൾക്കാരും ചില ആൾക്കാർ പ്രിഫർ ചെയ്യാത്തുണ്ടാവും. ചിലർക്കൊക്കെ അങ്ങനത്തെ ഫുൾ കവർ സോഫാസ് താല്പര്യം ഇല്ലാത്തവരുണ്ട്. അപ്പൊ വുഡ് ആകുമ്പോ ഒരു 20-30 കൊല്ലം കഴിഞ്ഞാലും റീയൂസ് ചെയ്യാൻ പറ്റും. കുഷൻ മാത്രം ഒന്ന് റെഡി ആക്കി എടുത്തിട്ട്. പിന്നെ ഫ്രെയിം എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ കണ്ടില്ലേ വുഡിന്റെ റേറ്റ് നമുക്ക് നോർമൽ വുഡിന്റെ സ്റ്റോക്ക് ഒരു 18,000 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. തന്നെ. അപ്പം കുറെ മോഡൽസ്, പിന്നെ അളവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കും. ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. മോഡൽസ് കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ കളറിൽ, ഈ കളറിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് കളറിൽ കസ്റ്റമൈസ് ചെയ്യാം, കുഷനിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇത് ജാലി കട്ട് എന്ന് പറഞ്ഞ കട്ടിങ്, CNC കട്ടിങ് വരുന്ന ഓരോ കട്ടിങ്. പിന്നെ ഓഫീസിലേക്ക് പറ്റിയൊരു സോഫയാണ് അത്. ഹൈറ്റ് കുറഞ്ഞിട്ട് നല്ല ലാസ്റ്റ് ചെയ്യും, ഡ്യൂറബിൾ ആയ സാധനം. ഈ ടൈപ്പ് ആണോ? ഈ ടൈപ്പ്. അതാ ഹൈറ്റ് കുറഞ്ഞിട്ട്. ഇത് നമ്മള് ഇരിക്കുമ്പോ തന്നെ എത്ര വർഷം വേണമെങ്കിലും ലൈഫ് കിട്ടും. ഇരിക്കാൻ തന്നെ ഒരു കംഫർട്ട് ഉണ്ട് അത്യാവശ്യം. ഇതൊക്കെ 5 സീറ്റിൽ തന്നെ വരാം. 2 സീറ്റ് 3 സീറ്റ് അങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇതിന് കുറച്ചൊരു ഓൾഡ് ടൈപ്പ് കണ്ടുവരുന്ന ഒരു മോഡലാണ്.
എല്ലായിടത്തും ഉണ്ട് ഇപ്പം. എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു മോഡലാണ്. വരുന്ന മോഡലാണ് ഇത് പറഞ്ഞ പോലെ കുറച്ചൊരു എന്താ പറയാ കാണാൻ തന്നെ ഒരു പ്രീമിയം വരുന്ന ഒരു പ്രീമിയം ലുക്കിൽ വരുന്ന. സിംഗിൾ ആയിട്ട് വരുന്ന അത് 3 സീറ്റ് 2 സിംഗിൾ സീറ്റ് ആയിട്ട്. കോർണർ ചിലപ്പോ ചില വീട്ടിൽ ഇടാൻ സ്പേസ് ഉണ്ടാവില്ല, അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റിയ സംഭവം അത്. പിന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട്. എല്ലാ വീട്ടിലും ഈ കോർണർ സോഫ പറ്റൂല. അപ്പൊ ഡോറ് സെന്ററിലൊക്കെ വരുന്ന വീട്ടുകാർക്ക് അങ്ങനത്തെ പറ്റൂല. അപ്പം അതിന് ഏറ്റവും പറ്റിയ ഓപ്ഷൻ ഇങ്ങനത്തെ. ഇതൊക്കെ സ്പ്രിംഗിൽ വരുന്നല്ലേ കുഷ്യൻ? ഇത് വുഡിലേക്ക് വരുമ്പോ കുഷ്യൻ ടൈപ്പ് തന്നെ വരും. അതിൽ നമുക്ക് സോഫ്റ്റ് ഫോം കൊടുത്തിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാം, ചെയ്യാൻ പറ്റും. നമുക്ക് ടേബിൾസിന്റെ നോക്കല്ലേ. ഇവിടെ ഇപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ലേറ്റസ്റ്റ് മോഡൽ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പം സീറ്റിംഗ് ഇപ്പൊ എങ്ങനെ ടേബിൾ എങ്ങനെ? 4 സീറ്റ്, 6 സീറ്റ്, 8 സീറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള മാർബിൾ ടോപ്പ്, അതിന്റെ ഒക്കെ കുറെ കളക്ഷൻസ് ഉണ്ട്. പ്രീമിയം ബഡ്ജറ്റ് ലെവലില് ടേബിൾസ് ഉണ്ട്, പ്രീമിയം ടേബിൾസ് ഉണ്ട്. സാധാരണക്കാർക്ക് പറ്റുകൊണ്ട് പ്രീമിയം ആൾക്കാർക്ക് എങ്ങനെ റേറ്റ് പ്രൈസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു 15,000 മുതൽ 1 ലക്ഷം വരെയുള്ള ഡൈനിങ് ടേബിൾ ഇവിടെ സ്റ്റോക്കിലുണ്ട്. അപ്പൊ നമുക്ക് 1-2 ഐറ്റംസ് കാണിച്ചു കൊടുത്താലോ? ഇതൊക്കെ എങ്ങനെ? ഇത് വരുന്നത് 6 ചെയർ, ഒരു ഗ്ലാസ് ടോപ്പ് എല്ലാം കൂടി വരുന്ന ടേബിൾ. പിന്നെ അതിന്റെ കൂളിംഗ് ഗ്ലാസ് വരുന്നുണ്ട്. ഇതിപ്പോ ഏത് ടേബിൾ എടുക്കുകയാണെങ്കിലും അതിന്റെ ടോപ്പ് നമുക്ക് മാറ്റാം. മാർബിൾ ടോപ്പ്, മാർബിൾ ടോപ്പ് ഉണ്ട്. ഈ മാർബിൾ ടോപ്പ് ഒക്കെ ഈ കളർ മാറ്റിയിട്ട് ഇപ്പോ ബ്ലാക്കിലൊക്കെ ചെയ്യാൻ പറ്റുമോ? ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഏതിലും ചെയ്യാം. പിന്നെ മാർബിൾ ടോപ്പ് എങ്ങനെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മാർബിൾ ടോപ്പ് ഒരു 20 മുതൽ സ്റ്റാർട്ടിങ്. ചെയർ അടക്കം സ്റ്റാർട്ടിങ് ഉണ്ടല്ലേ? ചെയർ അടക്കാണോ? ചെയർ അടക്കം. ഇതൊക്കെ മാർബിൾ ടോപ്പിന്റെ 4 സീറ്റിൽ വരുന്നത്. 4 സീറ്റിൽ വരുന്നത്. നമുക്ക് ചെയർ ഉള്ളോട്ടേക്കായിട്ട് സ്പേസ് കുറച്ചുള്ളവർക്കൊക്കെ പറ്റിയ സംഭവം. ഉള്ളോട്ടേക്ക് എടുത്തേക്കാൻ പറ്റും ആവശ്യം യൂസ് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ കിച്ചണിൽ ഇപ്പൊ പെരുമാറുമ്പോ നമ്മള് കൈയാണ് കൂടുതൽ ഫ്രീ ആണ്. ഈ ചെയർ ഇങ്ങനെ പൊന്തി നിൽക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ഇടങ്ങാറുണ്ടാവും. ഇതിപ്പോ ഉള്ളോട്ട് കയറിക്കുന്നേ കൊണ്ട്. പിന്നെ അതിന്റെ റൗണ്ടിൽ ഇതാ വലിയ സൈസ്, അത്യാവശ്യം വലിയ റൗണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇത് 6 ചെയറിന്റെ ഉണ്ട്, 4 ചെയറിന്റെ ഉണ്ട്, 8 ചെയറിന്റെ ഉണ്ട്, കൊറേ സൈസ് ഉണ്ട്. 8 ചെയറിനാകുമ്പോ നല്ല രീതിയിൽ വലിയ ഹാള് വേണ്ടി വരും. അടിപൊളി ഡിസൈനാ. ഇതിന്റെ മുകളിൽ നമുക്ക് മാർബിൾ ഇടാം, ഗ്ലാസ് ഇടാം, ഏത് വേണം ചെയ്യാം. കൂളിംഗ് ഗ്ലാസ് ഇടാം, പ്രിന്റ് ഗ്ലാസ് ഇടാം, എങ്ങനെ വേണമെങ്കിലും. അതിന് ചെറുത്, അത് 4 സീറ്റ്. ആ 4 സീറ്റ് 2-3 വലുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ എങ്ങനെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് വരുന്നത് 15,500. 15,500 സ്റ്റാർട്ടിംഗ്. ഇതൊക്കെ നോർമൽ ടൈപ്പ് 4 സീറ്റ്. ഇത് മാർബിൾ ടോപ്പ് അല്ലേ. ടേബിളിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മള് നേരത്തെ തന്നെ നോക്കി മാർബിൾ ടോപ്പിലുണ്ട്. അതിന്റെ എല്ലാ സീറ്റിംഗ് അറേഞ്ച് 4 സീറ്റ്, 6 സീറ്റ്, 8 സീറ്റ് എല്ലാം ഉണ്ടല്ലോ അല്ലേ. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ EMI-ലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2,500, 3,000 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. EMI-ക്കൊക്കെ എടുക്കാൻ പറ്റും. കാരണം 14-15 രൂപ ആ റേഞ്ചിലല്ലേ സ്റ്റാർട്ടിങ് വരുന്ന പ്രൈസില. ഇനിയിപ്പോ കുറച്ചുകൂടി ഒരു ലക്ഷറി പ്രീമിയം സെഗ്മെന്റിലുള്ള ടേബിൾസ് നോക്കാം കുറച്ചുകൂടി. ഇതൊക്കെ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് A3 സൈസ് ആണ്. പിന്നെ ഡബിൾ കനമുള്ള മാർബിള്, പിന്നെ ഒരു ഗോൾഡൻ ടച്ച് തിക്നെസ് കവർ ചെയ്യുന്ന രീതിക്ക്. പിന്നെ ടോപ്പിലൊരു ഗോൾഡൻ ടച്ചിൽ വരുന്ന ഒരു പ്രീമിയം മാർബിൾ ആണ്. ഇതിന്റെ ഡിസൈൻ. പിന്നെ നമ്മള് ലെഗ് കണ്ടില്ല, ഒരു വാതിൽ കട്ടിലൊക്കെ കനത്തിലുള്ള വുഡ് യൂസ് ചെയ്തിട്ടുണ്ടായി, വി ഷേപ്പ്. പിന്നെ ആ ടേബിൾ നോക്കി ഇനിയിപ്പോ ഗ്ലാസ് ടോപ്പ്, മാർബിൾ ടോപ്പ് ഒന്നും പറ്റാത്തവർക്കൊരു വുഡൻ ടോപ്പ്, ഫുള്ള് വുഡ് ടോപ്പ്. ഇതൊക്കെ ഇപ്പൊ പ്രൈസിങ് നമ്മൾ പറയുന്നത് ചെയർ അടക്കമുള്ള പ്രൈസ് അല്ലേ? ചെയർ അടക്കമുള്ള പ്രൈസ് ഉണ്ട്, വിത്തൗട്ട് ഉണ്ട്. ചെയർ വേറെ മോഡലൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. 5-6 ആ റേഞ്ചിലൊക്കെ ഒരു മന്ത്ലി EMI വരുള്ളൂ. ഒരു 3,000, 4,000, 5,000, 6,000 ആ റേഞ്ചിലൊക്കെ ഉള്ളൂ EMI വരുള്ളൂ. ഇത് കുറച്ചുകൂടി പ്രീമിയം ആണല്ലോ. സീറ്റിലൊക്കെ കുഷൻ വരുന്ന രീതി. ഇത് സൈസ് എത്ര? ഇത് A3 സൈസ്. ഇതെല്ലാം A3 മാർബിൾ ടോപ്പ്. കുറച്ചുകൂടി ഒരു പ്രീമിയം കാണാൻ തന്നെ. ഒരു ചെയർ കുറച്ചും കൂടി ഒരു പ്രീമിയം. ചെയർ നമുക്ക് സെപ്പറേറ്റ് സിംഗിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. സിംഗിൾ ആയിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുണ്ട്, എങ്ങനെ കൊടുക്കാം. അങ്ങനെ റേറ്റ് കാര്യങ്ങളൊക്കെ. വുഡന്റെ ചെയർ 1,200 മുതൽ സാധാ ചെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിലോ? ഇതാണെങ്കിൽ കുറച്ചും എക്സ്പെൻസീവ് ചെയർ, ഒരു 4,500 ഒരു ചെയറിന് റേറ്റ്. ചെയറിൽ വരുന്ന വുഡ് ഏതാ? അക്കേഷ്യൻ. ഇത് ട്രീറ്റഡ് വുഡ് അല്ലേ? ഇമ്പോർട്ടഡ്. പിന്നെ ഇതൊക്കെ ടേബിൾ ടോപ്പിൽ വരുന്നല്ലേ? ടേബിൾ ടോപ്പിൽ വരുന്ന ഇതൊരു അടിപൊളി ഡിസൈൻ ആണല്ലോ. അത് സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ടൈപ്പ്.
ഇത് ഇതേ രീതിക്ക് കൊണ്ടുപോയി ഫിക്സ് ചെയ്യുന്ന അല്ലെ? അത് അവിടെ കൊണ്ടുപോയി നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മള് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തന്നെ. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് ഒരു സാധനം എടുക്കുന്ന സമയത്ത് ഏതൊരു കസ്റ്റമറിന് ഫർണിച്ചർ എടുക്കുമ്പോൾ ഒരു മെയിൻ പ്രശ്നമാണ് അത് കൊണ്ടുപോയിട്ട് ഇറക്കി കൊടുക്കാനും ഫിറ്റ് ചെയ്യാനും ആളുണ്ടാവാന്നുള്ളത്. കാരണം അധികം ആൾക്കാർക്ക് ഇപ്പൊ നെയ്ബേഴ്സ് പോലെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവണമെന്നില്ല, ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി. അപ്പൊ ഇവരുടെ അടുത്തുനിന്ന് സാധനം എടുക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, ഇവരെ ഒരു സ്റ്റാഫിനെ തന്നെ വിട്ടിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഫുള്ള് വീട്ടിൽ എത്തിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും, ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. നേരത്തെ നമ്മൾ കണ്ട ടേബിൾ ടോപ്പ്, മാർബിൾ ടോപ്പ് ഒക്കെ 8 സീറ്റർ ഇതിപ്പോ 6 സീറ്ററിലേക്ക് വരുന്ന 6 സീറ്ററിൽ കുഷൻ ചെയർ ടോപ്പ് ഒക്കെ ആയിട്ട് വരുന്ന. ഓക്കെ, ഇതൊക്കെ നമുക്കൊരു 4000 5000 ആ ഒരു റേഞ്ചിൽ EMI ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ്. അതൊക്കെ കാണാൻ തന്നെ അത്യാവശ്യം ഒരു ലക്ഷറി ഫീൽ വരുന്ന ഐറ്റംസ് ആണ്. ഇതിന്റെ അടിയിലൊക്കെ അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട് ഞാൻ കാണിച്ചത്. ഇതിന്റെ അല്ലേ, ഇതൊക്കെ ചെയറൊക്കെ നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റുമോ? ഇതിന്റെ അടിയത്തെ ഫ്രെയിം ഒന്ന് നോക്കിയോ. ഒരു ഫ്രെയിം ഒക്കെ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട്. യു ഷേപ്പ് ടൈപ്പിൽ ഫ്രെയിം വരുന്നതാ. പിന്നെ ആ ഒരു സ്റ്റാൻഡിങ് വരുന്നത്. പിന്നെ ഡബിൾ മാർബിൾ, ഇത്രയും വുഡ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അക്കേഷ്യാണ്, ഇത് ട്രീറ്റഡ് വുഡ്. പിന്നെ കുഷൻ ചെയർ ഒക്കെ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത് പിന്നെ സ്ക്വയർ ടൈപ്പ് അല്ലാണ്ട് ഒരു ഓവൽ ഷേപ്പിൽ പ്രൈസിങ് എങ്ങനെ സ്റ്റാർട്ടിങ് ഇതൊക്കെ ഒരു ഇതില് നമുക്ക് പിന്നെ ടോപ്പിനനുസരിച്ചാ ഓരോ അളവ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം, ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽസ് നമുക്ക് നമ്പറിൽ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാം. ഓരോന്നിനും ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാത്തിനും പ്രൈസ് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോരുത്തർക്ക് വേണ്ട ഡിസൈൻ ഇതായിരിക്കില്ല, ചെയർ വ്യത്യാസം ഉണ്ടാവും, അതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് ടേബിൾ 14 മുതൽ 15000 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട്. ഓക്കെ, മെറ്റൽ ഫ്രെയിം അതാ അടിയിലുണ്ടല്ലേ മെറ്റൽ ഫ്രെയിം. ഓക്കെ, മെറ്റൽ ഫ്രെയിം ആകുമ്പോൾ പോകുന്നൊക്കെ പേടിയുള്ള ആൾക്കാർക്ക് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. വുഡ് ഇതുമായിട്ട് ഇല്ല, ചെറിയ മാറ്റം ഉണ്ടാവും. ഇതിനൊക്കെ നമ്മൾ എത്ര വാറന്റി കൊടുക്കുന്നത്? എല്ലാം 10 വർഷം വാറന്റി ഉണ്ടാവും. ഓക്കെ, ഈ വുഡൻ ബെഞ്ചൊക്കെ എങ്ങനെ പ്രൈസ് സ്റ്റാർട്ടിങ്? വുഡൻ ബെഞ്ച് നമുക്ക് ഇത് വരുന്നത് 6500 കൈ അക്കേഷ്യ ഫോറസ്റ്റ് അക്കേഷ്യയില് വരുന്ന. വാറന്റി 10 ഇയർ വാറന്റി. മഹാഗണി ആകുമ്പോൾ നമ്മൾ കുറയും. അങ്ങനെ ഓരോ വുഡിനനുസരിച്ച് ഡിസൈൻ അനുസരിച്ച് മോഡൽസ്. പിന്നെ അതൊരു വെറൈറ്റി മോഡലാണ്. അത് വെറൈറ്റി മോഡലാണ്. ഒരു രണ്ടാക്കൊക്കെ ഇരിക്കാൻ പറ്റിയ. അതെ, ഇന്തോനേഷ്യൻ തേക്കില് വരുന്ന. ഓക്കെ, പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. രണ്ട് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. തുടക്കത്തിലെ വീഡിയോയിൽ, ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചതിന് ശേഷം പിന്നെ ഈ വീഡിയോയിൽ സോഫാസ് അതേപോലെ തന്നെ ടേബിൾസ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. നമ്മൾ ഇത് വരുന്നത് വെച്ചാൽ കോഴിക്കോട് ജില്ലയില് കൊടുവള്ളിക്ക് അടുത്ത് നരിക്കുനിയാണ് വരുന്നത്. നരിക്കുനി ടൗണിൽ നിന്ന് ഏകദേശം ഉണ്ടാവും 200 മീറ്റർ. കുറ്റിക്കാട്ടിൽ ഫർണിച്ചർ എന്ന ഷോപ്പിന്റെ പേര്. ഓക്കെ, കറക്റ്റ് ഗൂഗിളിൽ ലൊക്കേഷൻ ഇല്ല. കുറ്റിക്കാട്ടിൽ ഫർണിച്ചർ നരിക്കുനി അടിച്ചാൽ തന്നെ വരും, കിട്ടുമല്ല. ഓക്കെ, പിന്നെ ബജാജ് ഫിനാൻസിന്റെ ഇതുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ബജാജ് ഫിനാൻസ് കാർഡൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ EMI സാധനം എടുക്കാൻ പറ്റും. കാർഡ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എലിജിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാർഡ് എടുക്കാം. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവരെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് വിളിച്ചു നോക്കുക. പറ്റുന്നവരൊക്കെ ഡയറക്റ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യാം. അതാണ് ഞാൻ പറയുന്നത്. നേരിട്ട് കണ്ട് ആ ഒരു ടച്ച് ആൻഡ് ഫീൽ നമ്മൾ സാധനം എടുക്കുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറയാനുണ്ടോ? സ്പെഷ്യലായിട്ട് എന്താ, എല്ലാവരും വരിക, ഷോപ്പ് വിസിറ്റ് ചെയ്യുക, എടുക്കുക. പിന്നെ ഓഫർ 1-2 ഐറ്റംസിന് ഓഫർ ഉണ്ടായിരുന്നു, ബെഡ്റൂം സെറ്റ് കാര്യങ്ങളൊക്കെ. ആദ്യത്തെ ഫസ്റ്റിലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റിലെ വീഡിയോയും കൂടി ഒന്ന് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്കും ഗുഡ് ബൈ.